ഞാൻ പ്രതീക്ഷിച്ചു, നിങ്ങളായില്ല, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്, ഞാൻ മദീനത്തേക്ക് പോകാണ് എൻ്റെ റസൂലിനെ കാണാനെന്ന്. അപ്പോൾ ഉടനെ എളാപ്പ പറഞ്ഞു, മോനെ, രണ്ട് കാര്യം. ഒന്ന്, നിനക്കിവിടെ ജീവിക്കാം, ഈ സമ്പത്ത് മുഴുക്കം നിനക്ക് തരാം, നിന്റെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം, ആരും നിന്നെ തടുക്കില്ല. അതല്ലെങ്കിൽ നിനക്ക് മദീനത്തേക്ക് പോകാം, പക്ഷേ ഈ സമ്പത്ത് മുഴുക്കം നീ ഉടുത്ത വസ്ത്രം വരെ ഇവിടെ ഊരിത്തരേണ്ടി വരുമെന്ന്. ഉടനെ ആ കുഞ്ഞ് പറയാണ്, എനിക്ക് പോണം മദീനത്ത്, എനിക്ക് എൻ്റെ റസൂലിനെ കാണണം. ഊരാൻ പറഞ്ഞു വസ്ത്രം ഊരുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ നിന്ന് കരയാണ്. ആ ഉമ്മച്ചി ഒരു പുതപ്പ് കൊണ്ടുവന്ന് മോൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ പുതപ്പിനെ രണ്ടായി കീറിയിട്ട് ഒരു ഭാഗം കൊണ്ട് നഗ്നത മറച്ച് മറ്റൊരു ഭാഗം തോളിലിട്ടിട്ട് 20 ദിവസം നടന്നു മഹാനായ അബ്ദുൽ ഉസ്സ. 20 ദിവസം മക്കത്ത് നിന്ന് മദീനത്തേക്ക് നടന്നു റസൂലിനെ കാണാൻ വേണ്ടിയിട്ട്. പാതിരാക്കാണ് വരുന്നത്. ചെറിയൊരു ഓല കൊണ്ടുള്ള കുടില് കണ്ട പതിക്കേറി കിടന്ന്. മദീനത്തെ പള്ളിയാണ്. പച്ചവെള്ളം മാത്രമാണ് കുടിച്ചത്, വേറെ ഒന്നുമില്ല. വാങ്ങിക്കഴിക്കാൻ കയ്യിൽ കാശൊന്നുമില്ല. പക്ഷെ തളർന്നില്ല. നടന്ന് അവിടെ എത്തി. സുബഹിക്ക് വാങ്കൊടുത്ത് ജമാഅത്ത് നടക്കുമ്പോഴും ഈ കുഞ്ഞോൻ ചുരുണ്ടൂടി കിടക്കുന്നുണ്ട് അവിടെ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ വന്ന് ഈ കുട്ടിയെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, മന്നത്ത മോനെ, നീ ആരാണ്? അപ്പോൾ ഞാൻ അബ്ദുൽ ഉസ്സയാണ്, മക്കത്തുനിന്ന് വരികയാണ് ഞാൻ. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തിനാ വന്നതെന്ന്? ഞാൻ എൻ്റെ റസൂലിനെ കാണാൻ വന്നതാണ്. 20 ദിവസമായിട്ട് ഞാൻ നടക്കണം, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, തളർന്ന് വിശപ്പുണ്ട്. അപ്പം ഞാനിവിടെ കയറി കിടന്നതാണ്. ആരെ വീടാണെന്നൊന്നും എനിക്ക് അറിയില്ല. 14 വയസ്സുള്ള മോനാണ്. അപ്പോൾ പറഞ്ഞു, മോനെ, അന മുഹമ്മദ് റസൂലുള്ള, മോൻ കാണാമെന്ന് മുഹമ്മദ് റസൂലുള്ള ഞാനാന്ന് പറയുമ്പോൾ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് റസൂലിനെ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടി. എന്നിട്ട് പറഞ്ഞു, നീ അബ്ദുൽ ഉസ്സയല്ല, അന്ത അബ്ദുള്ള, നീ അബ്ദുള്ളയാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് ശുഹദാക്കളിൽപ്പെട്ടു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. റസൂല ജനാസ ഏറ്റുവാങ്ങി, മുത്ത റസൂലിന്റെ കയ്യിലേക്ക് വാങ്ങി. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞ് ആ ജനാസ ഖബറിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ ഇറങ്ങി. ആ ശരീരത്തിൽ തൊട്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു മിന്നി റാളിന്, അള്ളാഹു മിന്നി റാളിന്. സഹാബത്ത് മുഴുക്കം പറയാണ്, ആ ഖബറിൽ കിടക്കുന്നത് ഞങ്ങളായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ കൊതിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കുഞ്ഞോനെ കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് പടച്ചോനെ, എനിക്ക് ഈ കുഞ്ഞോൻ ഇഷ്ടാണ്. ഇതങ്ങ് പറയുമ്പോൾ സഹാബാക്കൾ കൊതിക്കാണ് അതിൽ ഞങ്ങൾ പെട്ടോകാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കിക്കേ, ദീനിന് വേണ്ടിയിട്ട് 14 വയസ്സുള്ള ഒരു കുഞ്ഞോൻ 20 ദിവസം നടന്നിട്ട് മുത്ത് റസൂലിനെ കണ്ടിട്ട് ആ ശരീരങ്ങൾ കൊടുക്കാണ്. എന്തിനാണെന്നറിയോ? സ്വർഗം കിട്ടാനാണ്. മദീനത്തെ പള്ളിയിൽ ഉഹദിലേക്ക് സഹാബാക്കളെ വിളിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ നളർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ആ സഹാബി ചെന്നിട്ട് റസൂലിനോട് ചോദിച്ചു, ഉഹദിലേക്ക് ഞാനും വരട്ടെ നബിയെന്ന്. പറഞ്ഞു, അബ്ദുള്ള വരണ്ട, നിന്റെ വീട്ടിൽ ചെറിയ ഒരു പെങ്ങളുണ്ട്, അതിനെ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ നീയല്ലേ, വേറെ ആരുമില്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നു അബ്ദുല്ലാഹി ബിൻ നളർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല്, അനുജത്തിക്ക് 3 വയസ്സിൽ താഴെയുള്ള അനുജത്തിക്ക് ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ച് എന്നിട്ട് ഇക്കാക്കാൻ്റെ തോളിലേറ്റിട്ട് തൊട്ടപ്പുറത്ത് തോട്ടത്തിൽ പോയിട്ട് പാട്ടുപാടി കളിക്കുകയാണ് ആങ്ങളും പെങ്ങളും. കളിയുടെ ചോദിച്ചു, മോൾക്ക് റസൂലിന് ഇഷ്ടല്ലേ? അപ്പൊ ആ കുഞ്ഞുകുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ റസൂലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പറഞ്ഞു, റസൂല് നാളെ സമരത്തിന് പോകാണ് ഉഹദില്, ഇക്കാക്ക് കൂടെ പോട്ടെ, മോള് സമ്മതിച്ചാലേ റസൂൽ ഇക്കാക്കാനെ കൊണ്ടുപോകുള്ളൂ. അപ്പൊ പറഞ്ഞു, ഇക്കാക്ക് റസൂലിന്റെ കൂടെ പോയിക്കോളാൻ. അപ്പൊ ചോദിച്ചു, എൻ്റെ റസൂലിന്റെ മുന്നിൽ വന്ന് മോള് പറയാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കുണ്ടരാണ് റസൂലിന്റെ മുന്നിലേക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടപ്പോൾ ഈ കുഞ്ഞുകുട്ടി ഓടിച്ചെന്ന് റസൂലെടുത്ത് മടി വെച്ച്. അപ്പൊ പറഞ്ഞു, നബിയെ, നാളെ സമരത്തിന് പോകുമ്പോൾ എൻ്റെ അബ്ദുള്ളയെ കൂടെ കൊണ്ടുപോകണം കേട്ടോ എന്ന്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്കൊരു വിഷമമില്ലാന്ന്. അബ്ദുല്ലാഹി ബിൻ നളർ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കിട്ടി. ഒരു കുഞ്ഞ് പെങ്ങളെ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് പോണത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ കുഞ്ഞുമോളൊരു മരത്തിന്റെ മോതിരം ഇക്കാക്കാന്റെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് മുത്തം കൊടുത്ത് സലാം പറഞ്ഞിട്ട് വിടാണ്. യുദ്ധം കഴിഞ്ഞ്
റസൂലും സഹാബാക്കളും മദീനത്തേക്ക് തിരിച്ചെത്തി. 5-6 കിലോമീറ്റർ അപ്പുറമാണ് ഉഹുദുള്ളത്. ഓടി വന്നു ഈ കുഞ്ഞുമോള്. എന്നിട്ട് പറഞ്ഞു, നബി എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ അബ്ദുള്ള മാത്രം വന്നിട്ടില്ല. കരയാണ് ഈ കുട്ടി. അപ്പൊ റസൂൽ ചോദിച്ചു, സഹാബ അബ്ദുള്ള എവിടെയെന്ന്? അപ്പൊ പറഞ്ഞു, നബി ഞങ്ങൾ ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പൊ പറഞ്ഞു, സഹാബ ഉഹുദിലേക്ക് തിരിച്ചു പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ സഹാബത്ത് വീണ്ടും ഉഹുദിലേക്ക് വരുന്നുണ്ട് തിരയാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് റസൂലും ഉഹുദിലേക്ക് വരുന്നുണ്ടെന്ന്. അങ്ങനെ തെരഞ്ഞു വരുമ്പോൾ കല്ലുകൾക്കിടയിൽ ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ട രൂപത്തിൽ ഒരു ജനാസ കിടക്കുന്നുണ്ട്. വന്ന് പറഞ്ഞ നബി, ഒരു ജനാസ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല, 98 കഷ്ണാക്കിയിട്ടുണ്ടെന്ന്. ഇറച്ചിട്ടാര് പോത്തിനറക്കണ പോലെ കഷ്ണാക്കിയിട്ടിട്ടുണ്ടെന്ന്. ഈ കുഞ്ഞുമോട് വന്ന് റസൂലിന്റെ കയ്യും പിടിച്ച് വന്ന് ഈ കുട്ടി താഴിരുന്ന് ഒരു വിരലെടുത്ത് കരഞ്ഞിട്ട് പറഞ്ഞ, നബിയെ ഇതെന്റെ അബ്ദുള്ളാണ്, ഞാൻ അണിയിച്ചെടുത്ത മോതിരാണിതെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ റുക്കോയിൽ നിൽക്കുന്നത് പോലെ നിൽക്കാണ്. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു വെള്ളത്തുള്ളി വീണ്. ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഹബീബ് റസൂലുള്ള കരയാണ്. അപ്പൊ ഈ കുട്ടി തൻ്റെ രക്തമൊക്കെ തൻ്റെ കുഞ്ഞുടുപ്പിൽ തുടച്ചിട്ട് ആ 2 കൈകൊണ്ടും റസൂലിന്റെ കവിളിങ്ങനെ കണ്ണീരിങ്ങനെ തുടച്ചിട്ട് പറഞ്ഞ, നബിയെ എൻ്റെ അബ്ദുള്ള കിടക്കുന്നതിനേക്കാളും എനിക്ക് സങ്കടം എന്താണെന്നറിയോ, വിഷമം എന്താണെന്നറിയോ, എൻ്റെ റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്ന് വന്ന ഈ 2 കണ്ണീരാണെന്ന് ആ ചെറിയ 3 വയസ്സിൽ താഴെയുള്ള മോള് പറയാണ്. നമ്മുടെ റസൂല് കരയരുത്, നമ്മുടെ റസൂല് കരയരുത്. റസൂലുള്ള മദീനത്ത് കിടക്കണുണ്ട് നമ്മളെ നോക്കിയിട്ട്. തൻ്റെ ഉമ്മത്ത് നിരീക്ഷരവാദിയാകുമ്പോ റസൂല് കരയുന്നുണ്ട്. തൻ്റെ ഉമ്മത്ത് വ്യഭിചരിക്കുമ്പോ റസൂല് കരയുന്നുണ്ട്. തൻ്റെ ഉമ്മത്ത് കള്ളു കുടിക്കുമ്പോ റസൂല് കരയുന്നുണ്ട്. തൻ്റെ ഉമ്മത്ത് അധർമ്മത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ റസൂല് കരയുന്നുണ്ട്. നമ്മുടെ റസൂലിനെ നമ്മൾ കരയിപ്പിക്കരുത്. കരയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ SYS-ലും SSF-ലൊക്കെ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തത്, നമ്മുടെ റസൂലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകര്, ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല, നമ്മൾ സംഘടനയിൽ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തവും ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും സ്നേഹമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉഹദിന്റെ തലേ ദിവസം ഒരു പാറപ്പുറത്തിരുന്നിട്ട് രണ്ടാളും പാതിരാക്ക് പറയാണ്, സഅദേ നാളെ നമ്മൾ ഉഹദിൽ ഇറങ്ങാണ്, കയ്യിലൊന്നുമില്ല, ആയുധില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഒന്ന് പ്രാർത്ഥിക്കില്ലേ എന്ന്. സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, നാഥാ നാളെ ഞങ്ങൾ ഇറങ്ങാണ്, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ എനിക്ക് കാണിച്ചതെന്ന് ആമീൻ പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, നാഥാ നാളെ ഉഹദിലേക്ക് ഇറങ്ങാണ്, ഭക്ഷണവും ഇല്ല, വാഹനവും ഇല്ല, ആയുധങ്ങളൊന്നുമില്ല അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിന്റെ കയ്യിൽ. നാളൊരു അമ്പ് പാറി വരണം, അബ്ദുള്ളയുടെ കണ്ണിൽ കൊള്ളണം, കണ്ണ് താഴെ വീഴണം, നാളെ കണ്ണില്ലാത്തവനായി മഹ്ശറയിൽ വരാൻ എനിക്ക് കഴിയണം. അപ്പൊ നീ ചോദിക്കണം, അബ്ദുള്ള നിന്റെ കണ്ണെവിടെയെന്ന്. അപ്പൊ പറയണം, എനിക്ക് ദീനിന് വേണ്ടി തരാൻ പറ്റിയെന്ന്. എൻ്റെ കൈ മുറിക്കണം, കാല് മുറിക്കണം, ചെവി മുറിക്കണം, നാക്കു മുറിക്കണം, എന്നെ ഇഞ്ചിഞ്ചായി വെട്ടി നുറക്കണം, കൈയും കാലും കണ്ണൊന്നില്ലാതെ. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് നാളെ വരുമ്പോ നീ ചോദിക്കണം, ഇതൊക്കെ എവിടെന്ന് നിനക്ക് വേണ്ടി തന്നെന്ന് പറയാൻ കഴിയണമെന്ന്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, പിറ്റേ ദിവസം എൻ്റെ പ്രാർത്ഥനയേക്കാൾ സുന്ദരമായിരുന്നു അബ്ദുല്ലാഹി ബിൻ ജഹ്ഷിന്റെ പ്രാർത്ഥന. കാരണം കയ്യും കാലൊക്കെ വെട്ടിയിട്ട് തലങ്ങനെ എടുത്തിട്ട് ഒരു കുന്തത്തിൽ ഇങ്ങനെ കോർത്ത് വെച്ചേക്കാണ് ഉഹദില്. നമുക്ക് എന്തുണ്ട് കൂട്ടുകാരെ പറയാൻ? അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ഉമ്മച്ചും വാപ്പച്ചും ദഅവത്ത് നടത്തണം. ആ ദഅവത്ത് എങ്ങനെ നടത്തണം എന്ന് പറയുന്നത്, മക്കൾ ഉറങ്ങിയതിന് ശേഷമേ വാപ്പയും ഉമ്മയും ഉറങ്ങാൻ പാടുള്ളൂ. എന്നിട്ട് പറയാണ്, അവരുടെ റൂമിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് അവർ ഉറങ്ങുന്നത് വാപ്പയമ്മയും നോക്കണം. എന്നിട്ട് അവരുടെ പുതപ്പ് മാറിക്കിടുന്നുണ്ടെങ്കിൽ ആ പുതപ്പെടുത്തിട്ട് അവരുടെ ശരീരത്തിൽ ഇട്ടുകൊടുക്കൽ ദഅവത്താണെന്ന് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു. നമ്മൾ നോക്കിക്കേ. മാത്രല്ല, വിശുദ്ധ ഖുർആനിൽ ഒരു വാപ്പ മോനെ വിളിക്കുന്ന ഒരു സൂറത്തുണ്ട് അല്ലേ, സൂറത്തുൽ ലുഖ്മാൻ. ആ
ആ സൂറത്തുൽ ലുഖ്മാനിൽ എന്താണെന്നറിയോ? വാപ്പ ഉമ്മ ഒരു മകനെ ഒരു ദാഹിയാക്കി വളർത്തണം എന്നാണ് പഠിപ്പിക്കുന്നത്. എല്ലാത്ത വാപ്പയും പരാജയക്കാരനാണെന്ന്. നമ്മൾ കേരള മുസ്ലിം ജമാഅത്തിന്റെ മെമ്പറാണ്. നമ്മുടെ മോന് SSF കാരനായിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയമാണെന്ന്. അഖിമിസ്സലാത്ത യാ ബുനയ്യ അഖിമിസ്സലാത്ത, കുഞ്ഞോനെ നിസ്കാരം നല്ലത്. പിന്നെ പറയണം മോനെ ദഅവത്ത് നടത്തണ ദായിയാകണം നീ എന്ന് മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മകനെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ മാത്രം സംഘടനക്കാരനായാൽ പോരാ. നമ്മുടെ മക്കളാകണം, നമ്മുടെ ഭാര്യയാകണം, നമ്മുടെ പെൺമക്കളാകണം, നമ്മുടെ മരുമക്കളാകണം, നമ്മുടെ പേരക്കുട്ടികളാകണം. എല്ലാവരും ഇതിൽ ഒന്നിച്ചു നിൽക്കണം. നാളെ സ്വർഗത്തിൽ നമ്മളിവിടെ പേരമക്കളും അതുപോലെ തന്നെ നമ്മുടെ മകളും മരുമകനൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ട് എത്ര സന്തോഷം നമുക്കുണ്ട്. നാളെ സ്വർഗത്തിലും അവർ വേണ്ടേ നമ്മോടൊപ്പം? വേണ്ടേ അവരും നമ്മളൊപ്പം? ഉണ്ടാകണം ഇവിടെ നമ്മുടെ കൂടെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സംഘടന നേതാവ് അനുയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അനുയായി നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കും. എന്നിട്ട് പറയാണ്, നാളെ ഈ നേതാവ് സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിക്കും നേതാവ്, എവിടെ എൻ്റെ അനുയായികള്? അപ്പൊ അല്ലാഹു പറയും, കുറെ ആളുകൾ നരകത്തിലുണ്ടെന്ന്. അപ്പോ ഈ നേതാവ് പറയും, എങ്കിൽ അല്ലാഹു എന്നെ കൂടി നരകത്തിൽ കൊണ്ടുപോയിക്കോളാൻ. അപ്പൊ ചോദിക്കും, എന്തിനാ നരകത്തിൽ പോണ, സ്വർഗം കിട്ടിയില്ലേന്ന്? അപ്പൊ പറയും, അല്ല, അവരൊക്കെ എൻ്റെ കൂടെ വന്നത് സ്വർഗം കിട്ടാനാണ്, അവരില്ലാതെ എനിക്ക് സ്വർഗം വേണ്ടെന്ന്. അപ്പൊ അല്ലാഹു പറയും, അവരെയൊക്കെ സ്വർഗത്തിൽ കൊണ്ടുവരാൻ നമുക്ക് പറയാൻ താജുൽ ഉലമയില്ലേ? ഉസ്താദ് പറയില്ലേ നമുക്ക് വേണ്ടിയിട്ട്? പറയില്ലേ? പറയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു പ്രാവശ്യം മർക്കസിൽ സ്ഥാപനത്തിന്റെ ആവശ്യമായിട്ട് ഉസ്താദിനെ കാണാൻ ചെന്നേക്കാണ്. അപ്പോ കുറെ പൈസക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറെ പാവങ്ങളും വന്നിട്ടുണ്ട്. ഉസ്താദിനെ കാണണം. അപ്പൊ ഉസ്താദ് ഈ വയ്യാത്തത് കൊണ്ട് കുറച്ച് സമയം വൈകിട്ടുണ്ട്. അപ്പൊ ഹാദിമിങ്ങൾ വന്നിട്ട് ഇന്ന ആചാര്യമൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. അപ്പൊ ആചാര്യന്മാരെ വിളിക്കട്ടെ എന്ന് വെച്ചാൽ ഉസ്താദ് പറഞ്ഞു, ആചാര്യന്മാരൊക്കെ അവിടെ ഇരിക്കട്ടെ, അവര് പാവങ്ങളാണ്, അവര് ബസ്സൊക്കെ കയറിയിട്ടാണ് എന്നെ കാണാൻ വന്നത്. അവർക്കിനി ആ ബസ്സൊക്കെ കയറിയിട്ട് വീട്ടിലേക്ക് എത്തണം. ആദ്യം അവരെ വിളിക്കാൻ. ഒന്നുമില്ലാത്ത പാടത്തും പറമ്പത്തും പണിയെടുക്കണം. ചിലപ്പോൾ വല്ലവൻ്റെന്നും കടം പേടിച്ചിട്ടാകും ഉസ്താദിനെ കാണാൻ വന്നേക്കുന്നത്. എനിക്ക് ആദ്യം കാണേണ്ടത് ആ പ്രവർത്തകരെയാണെന്ന് പറയുന്ന ഉസ്താദ് നാളെ മഹ്ശറയിൽ നമുക്ക് വേണ്ടി പറയില്ലേ? പൊസൂട്ട് തങ്ങൾ പറയില്ലേ? ഹലീൽ തങ്ങൾ പറയില്ലേ? ചാപ്പരങ്ങാടി ഉസ്താദ് പറയില്ലേ? കരീമാജി പാപ്പ പറയില്ലേ? അബ്ദുൽ പാപ്പ പറയില്ലേ? വടകര മുഹമ്മദാജി തങ്ങൾ പറയില്ലേ? കുണ്ടൂർ ഉസ്താദ് പറയില്ലേ? CM വലിയുള്ള പറയില്ലേ? ഈ പ്രസ്ഥാനത്തിൽ കൊടിപിടിച്ചതിന്റെ പേരില്, മെമ്പർഷിപ്പ് എടുത്തതിന്റെ പേരില് അവരില്ലെങ്കിൽ സ്വർഗം വേണ്ടെന്ന് പറയില്ലേ? താജുൽ ഉലമ ജോലിയില്ലാത്തൊരു സമയം വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രസ്ഥാനത്തിന് പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയമാണ്. അപ്പൊ താജുൽ ഉലമ അവിടുത്തെ ഭാര്യ ബീവമ്മ തയ്യൽ പണി നടത്തിയിട്ടാണ് വീട് നോക്കണത്. വീട്ടിൽ പട്ടിണിയാണ്, ഒന്നുമില്ല കയ്യിൽ. അപ്പൊ കോഴിക്കോട് മീറ്റിങ്ങിന് പോകണം. അപ്പൊ വിഷമിച്ചിരിക്കണ കണ്ടപ്പോൾ വന്നിട്ട് ഭീമ ചോദിച്ചു, തങ്ങളിപ്പാപ്പ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന്. ഭീമ ഇന്ന് കോഴിക്കോട് പോകണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. മക്കള് വിശന്ന് കിടക്കാണ്, അവര് പട്ടിണി. അപ്പൊ ആരെങ്ങാണ്ട് തയ്യൽ നടത്തി എൻ്റെ കുറച്ച് പൈസ കൊണ്ടു കൊടുത്ത് ഭീമ അത് വാങ്ങിയിട്ട് എത്രന്ന് പോലും നോക്കാതെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പാൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ മീറ്റിങ്ങിന് പോയിട്ട് വരാൻ. അപ്പൊ പറഞ്ഞില്ല ഭീമ, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ. പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഇത് അള്ളാന്റെ ദീനല്ലേ, അള്ളാന്റെ ദീനിനെ സഹായിച്ചാൽ സുറുക്കും, അള്ള സഹായിക്കുന്ന പറഞ്ഞിട്ടില്ലേ, നമ്മളെ മക്കൾ അള്ള നോക്കിക്കോളും, പോയിട്ട് വരാൻ. ആ പൈസ കൊണ്ടുവന്നിട്ടാണ് ഈ പ്രസ്ഥാനത്തെ പുനരുദ്ധരിച്ചത്. ഉസ്താദ് ഈ കൊറോണ സമയത്ത് 85 വയസ്സ് കഴിഞ്ഞിട്ടില്ല ഉസ്താദിന്. അപ്പൊ അവിടുത്തെ ഭാര്യ, നമ്മുടെ ഉമ്മ, ആ ഉമ്മയ്ക്ക് ഒരു 80 വയസ്സൊക്കെ ആയിട്ടില്ലേ. രണ്ടാളും കൂടി ഉമ്രക്ക് പോയി. ഉമ്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് കാറിലിരുന്ന് പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഉമ്മാക്ക്.
അപ്പൊ മക്കൾ ചോദിച്ചു ഉമ്മാക്ക് എന്താ ഭയങ്കര സന്തോഷം. അപ്പൊ പറഞ്ഞു, ഒന്നില്ല മക്കളെ, കുറേ കൊല്ലത്തിന് ശേഷം ഉസ്താദിൻ്റെ ഒപ്പം കുറച്ചേരം ഇരിക്കാൻ പറ്റിയത്. നമ്മുടെ വീട്ടിൽ 60 വയസ്സായ വല്യപ്പയും വല്യമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോക്കി ഇരുന്നങ്ങായിട്ട് കിന്നാരം പറഞ്ഞ് തല്ലുപിടിക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇത് 80-85 വയസ്സെത്തിയ വെല്ലിമുരുത്തിലും വല്യാപ്പും മലേഷ്യയിലും ബാഗ്ദാദിലും ലോകത്ത് മുഴുക്കം നടക്കാൻ പറ്റാത്തപ്പോഴും ബുഹാരി ദർസെടുക്കാനും ദഅവത്ത് നടത്താനും വേണ്ടി പോകാൻ നമ്മളെ കൊണ്ട് പറ്റൂ? ഏതെങ്കിലും ഒരു കാർന്നൂരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടാകും. ഒരു ദിവസം മരുമോന് കോയസക്കാപ്പി കയറി ചെല്ലുമ്പോൾ റൂം അടച്ചേക്കാണ്. തുറന്നങ്ങ് ചെല്ലുമ്പോൾ മരുമോനല്ലേ റൂമിൽ കയറ്റി നോക്കുമ്പോൾ ഒരു 2 ആളിരുന്നിട്ട് ഒരാൾ ബ്ലേഡ് കൊണ്ട് കാലിങ്ങനെ മുറിക്കുകയാണ്. എന്നിട്ട് ഒരു പൈപ്പ് കയറ്റിയിട്ട് എന്തോ വലിച്ചെടുക്കണം. അപ്പൊ ചോദിച്ചാൽ എന്താണ്? അപ്പൊ പറഞ്ഞു, കാലിൽ നീര് വന്നിട്ട് താഴെ വെക്കാൻ പറ്റണില്ല, അപ്പൊ നീര് വലിച്ചെടുക്കാൻ അപ്പൊ ഒരു സുഖം കിട്ടും. അപ്പൊ ചോദിച്ചു, ഉസ്താദിന് 2 ദിവസം വിശ്രമിച്ചൂടെ? അപ്പൊ ചോദിച്ചു, അപ്പൊ പറഞ്ഞു, മോനെ ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് പരിപാടി ഉണ്ട്, അതിന് പോണെന്ന്. പറഞ്ഞു, പകരൊരാളെ പറഞ്ഞാച്ചൂടേന്ന്. അപ്പൊ പറയാണ്, അള്ളാന്റെ ദീനാണ്, പോയില്ലെങ്കിൽ പഠിച്ചോ മനുഷ്യരെ പിടിച്ചെടുത്തൂലേ. നമ്മളൊന്ന് നോക്കിക്കേ. പൊസോട്ട് തങ്ങളുപ്പാപ്പ വഫാത്തിന്റെ നേരത്ത് ഷഹീർ ബുഖാരി തങ്ങളെയും ഭാര്യയും മരുമോളെ വിളിച്ചിട്ട് പറയാണ്, വാപ്പച്ചി പോകാണ്, ഖബറിൽ റസൂല് വരും, എൻ്റെ വലത് ചെവി സലാം പറയാം, വാപ്പച്ചി റസൂലിനോട് നേരിട്ട് പറഞ്ഞിട്ട് മടപ്പിക്കാം. അവര് സലാം ചൊല്ലി. ഷഹീർ ബുഖാരി തങ്ങൾ എന്തിനോ പുറത്തുപോയി. അയ്യാമത്തെ ശരീക്കിന്റെ ദിവസം അല്ലാഹ് അല്ലാഹ് എന്ന് ഉറക്കെ വിളിക്കാൻ എല്ലാവരും ഓടി വരികയാണ്. എല്ലാവരും കേൾക്കല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ വിളിച്ചിട്ട് അസറിനോടെടുത്ത സമയം ലോകത്തിനോട് വിട പറഞ്ഞ പൊസോട്ട് തങ്ങളുപ്പാപ്പ നമുക്കുണ്ടെന്ന് ഖബറിൽ വരുന്ന ഉറപ്പിച്ചിങ്ങനെ പറയാണ്. അവയിലത്തെ തങ്ങള് വഫാത്തിന്റെ നേരത്ത് വന്ന ഉസ്താദിനോട് ഞാൻ പോകാണ്, ആ പ്ലേറ്റിൽ ഒരു നാരിയത്ത് സലാത്ത് എഴുതിയിട്ട് വെള്ളം കൊണ്ട് മാച്ചിട്ട് എനിക്ക് കുടിക്കാൻ തരാം. അതങ്ങോട്ട് കുടിച്ചിട്ട് സലാത്തിന്റെ വെള്ളം കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കിടക്കാണ്. ആര്? അവയിലത്തെ തങ്ങള്. ഇതൊക്കെ പോരെ നമുക്ക്? ഇതിനേക്കാൾ വലുതെന്താണ് ഇനി നമുക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇത്രയും ആൾക്കാർ ഈ മഹലിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും പ്രവർത്തിക്കണം. പ്രസിഡന്റും സെക്രട്ടറിയും മാത്രമല്ല. അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അവർ ചെയ്തോളും. നമുക്ക് സ്വർഗം കിട്ടാൻ നമ്മൾ ചെയ്യണം. നമുക്ക് നല്ല ആലിമീങ്ങളും സൂഫിയാക്കളും നല്ല നേതാക്കളും നമുക്കുണ്ട്. E.K. ഹസൻ മുസ്ലിയാർ ആരോ ഒരാൾ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു കത്തഴച്ച് മുജാഹിദ് വളരണമെന്ന് പ്രസംഗിക്കണം. ആ കത്ത് കിട്ടിയപ്പോൾ നേരെ ചെല്ലാണ്. ഉച്ച സമയത്ത് ഓരോ കടയിൽ കയറി ചോദിച്ച് ഇത് എഴുതിയ ആളറിയുമെന്ന് ആർക്കറിയില്ല. അവസാനം ഒരു പേപ്പർ വിരിച്ചിട്ട് ഒരു പീഡിയത്തിന്നൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തിരിച്ചു വരാൻ കാശില്ല, വിശക്കുന്നുണ്ട്, ചായ മേടിക്കാൻ പോലും കാശില്ല. അപ്പൊ ഒരാൾ വന്നു ചോദിച്ചു, മൊയിലാനെന്ത് ഇവിടെ ഇരിക്കണേന്ന്. പറഞ്ഞു, ഇത് എഴുതിയ ആളറിയോ? ഞാൻ ഈ എഴുത്തായിട്ട് വന്നാന്ന്. പറഞ്ഞറിയാം, ഇത് റിയാദുള്ള ആളാണ്, 8 കിലോമീറ്റർ പോകണം. മൊയിലാർ വായു എന്ന് പറഞ്ഞൊരു ചായ മേടിച്ചു കൊടുത്ത് 8 കിലോമീറ്റർ ആ നട്ടുച്ചക്ക് നടന്നു. E.K. ഹസൻ മുസ്ലിയാർ 8 ദിവസം കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രസംഗിച്ചു. മോൻ പറയുന്നുണ്ട്, വാപ്പ പാതിരാക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് വരുമ്പോൾ ലോറിക്കും വണ്ടിക്കും കൈ നീട്ടും. കിട്ടിയില്ലെങ്കിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൽ കയറി കിടന്നിട്ട് പറയും, മോനെ വാപ്പാനൊന്ന് നോക്കണം കേട്ടോ, നാളെ ദർസുണ്ട്, കുറച്ചേരം ഒന്ന് കണ്ണടക്കട്ടെ, വല്ല പട്ടി വന്ന് നക്കണുണ്ടോന്നൊന്ന് നോക്കണം. അങ്ങനെ വളർത്തിയെടുത്തൊരു സംഘടന പ്രസ്ഥാനമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളതിനെ കളയരുത്. നമ്മൾ നല്ല പ്രവർത്തനം, എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം? സാന്ത്വന പ്രവർത്തനം, മദ്രസ നടത്തണം, പള്ളികൾ നടത്തണം, പാവങ്ങളെ സഹായിക്കണം, കാരുണ്യ പ്രവർത്തനം നടത്തണം, സാംസ്കാരിക പ്രവർത്തനം നടത്തണം, തൊഴിൽ മേടിച്ചു കൊടുക്കണം, ചെറിയ മക്കൾക്ക് പഠിക്കാനുള്ള മാർഗം ഉണ്ടാക്കണം, പഠിക്കേണ്ട മേഖലകൾ പറഞ്ഞു കൊടുക്കണം, കുഞ്ഞുമക്കളെ കൊണ്ട് മഗ്‌രിബ് കഴിഞ്ഞ സൂറത്തുൽ മുൽക്ക് ഓതിക്കണം, ജമാഅത്ത് നിസ്കാരത്തിന് പ്രേരിപ്പിക്കണം, വാപ്പാനും ഉമ്മാനും നോക്കാൻ പറയണം, അയൽക്കാരെ നോക്കാൻ പറയണം, കുടുംബബന്ധം ചേർക്കാൻ പറയണം. ഇതല്ലേ നമ്മൾ പറയണുള്ളൂ, അല്ലേ? ഇനി ഏതെങ്കിലും ഒരാള് നമുക്കെതിരുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? അവനെ ചേർത്ത് പിടിക്കാനാണ് പറയുന്നത്, മാറ്റി നിർത്താൻ പറയുന്നില്ല. എന്താ ആന്ന് നമ്മൾ ഇങ്ങനത്തെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. അതേസമയം നമുക്ക് അല്ലാഹു ഈ അവസരം തന്നിട്ട് നമ്മളിത് ചെയ്യാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ
മിഅ്റാജിന്റെ രാത്രി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഇരുമ്പിന്റെ പെട്ടി കെട്ടിയിട്ട് അതിങ്ങനെ കത്തുന്നുണ്ട്, കഴുത്തിങ്ങനെ ഉരുകിയൊലിച്ച് വരുന്നുണ്ട്. അപ്പൊ ചോദിച്ചു ജിബ്രീൽ അതാരാണെന്ന്. അപ്പൊ പറഞ്ഞു അവര് റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. അപ്പൊ റസൂൽ ഞെട്ടി, എൻ്റെ ഉമ്മത്തോ, എന്താണ് ജിബ്രീൽ ഈ പറയണത്? അപ്പൊ അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്തമുണ്ട്, അത് നിർവഹിക്കാത്തവരാണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. ഒരു കാർഡ് ഇങ്ങനെ കിട്ടുമ്പോഴേ വെറുതെ തന്നതല്ല, നമ്മളതിലൊരു ഒപ്പിടുന്നത് എന്തിനാണെന്നറിയോ? 30 രൂപ കൊടുത്തിട്ട് അള്ളാന്റെ ദീനിന് ദഅവത്ത് നടത്താനുള്ള കരാറ് വഅദ നടത്താണ് നമ്മൾ. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ആ വഅദ തെറ്റിച്ചവനാണ്, അല്ലേ? ആ കരാറ് തെറ്റിച്ചവനാണ്. അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കരുത്. പ്രസിഡന്റ് ഉറങ്ങാണെങ്കിൽ അയാൾ ഉറങ്ങിക്കോട്ടേന്നേ, നമുക്ക് കയറി ചെയ്യാലോ. പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ മൊഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് അല്ലെങ്കിൽ നബിദിനം ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് ഒരു റോളും ഇല്ല, നമുക്ക് എടുക്കാൻ പറ്റണില്ല. അവസാനം പായസം കുടിച്ചോയ ക്ലാസ് എടുക്കുന്നുണ്ട്, അതാരും പറക്കാനുണ്ടായിട്ടുണ്ടാവില്ല. അത് പറക്കാനും നമുക്ക് ചെയ്തൂടെ? അല്ലെങ്കിൽ കത്തിച്ച കരി കിടക്കണുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് പോയിട്ട് തെങ്ങിൻ ചോട്ടിയിൽ ഇട്ടൂടെ? ബാഡ്ജ് കുത്തിയിട്ട് ചോറ് കൊടുക്കാൻ മാത്രം നിന്നാൽ മാത്രമല്ലല്ലോ സ്വർഗം കിട്ടുക, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ പിള്ളേരെ പരിപാടി എടുത്തിട്ട് കസാരക്ക് ഇങ്ങനെ പാറിക്കളിച്ച് കിടക്കുന്നുണ്ടാവും, അതൊക്കെ നമുക്ക് ഒതുക്കി വെക്കാലോ. അപ്പൊ പ്രവർത്തിക്കാൻ നമുക്ക് ഒരുപാട് മേഖലയുണ്ട്, ഒരുപാടുണ്ട്. നമ്മളൊക്കെ കാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നത്, അള്ളാഹു ഒരാൾ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തിയാൽ ഹബീബ് റസൂൽ എന്ന് പറയാണ്, ഞാൻ നിർത്താണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അള്ളാഹു ഒരു മലക്കിനെ പടക്കും. ആ മലക്ക് ഇയാൾ മരിക്കണവരെ ഇബാദത്ത് ചെയ്യും. എന്നിട്ട് ഇയാളെ കബറിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഈ മലക്ക് അവിടെ വരും. എന്നിട്ട് ഈ മലക്ക് വയ്ക്കാൻ എന്നെ അറിയുമെന്ന് പറയില്ല, ആരിഫിക്ക് നിന്നെ അറിയില്ല എന്ന് പറയും. അപ്പം പറയും, അന്ന് നിന്നെ ചെയ്തൊരു കാരുണ്യില്ലേ, അതിന് ഞാനെന്ന്. ചിലപ്പോൾ അത് നമ്മ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റിയതാകും, അതാണ് ഞാനെന്ന് പറയും. എന്നിട്ട് പറയും, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകണവരേ ഞാനുണ്ടെന്ന്. അപ്പോൾ 100 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 മലക്കിനെ അവിടെ പടച്ചിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ശഫാഅത്ത് ചെയ്യാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, ഭയങ്കരാണ് മഹദിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. ഖദീജുമ്മ അള്ളാഹുവിൻ്റെ റസൂലിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചവനാണ് ഖദീജുമ്മ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അബൂതാലിബിന്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുടുംബമാണ്, പൈസ ഒന്നുമില്ല, പട്ടിണിയാണ്. അപ്പോൾ ഖദീജുമ്മ വറക്കത്ത് ബിൻ നൗഫൽ ഖദീജുമ്മയുടെ സഹോദരനാണ്, അതായത് എളാപ്പാന്റെ മോനാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഖദീജ ഒരു പ്രവാചകൻ വരാനായിട്ടുണ്ട്, ഖുറൈശികളിൽ നിന്നാണ്, മക്കയിൽ നിന്നാണ്. അപ്പോൾ ഖദീജുമ്മ ഇങ്ങനെ ഓരോരുത്തർ നോക്കി, അബൂജഹൽ എല്ലാം എങ്ങനെ ഓരോരുത്തർ നോക്കി, അവരാരുമില്ല. അവസാനം മല്ലമീനിലെത്തി. അപ്പൊ പരീക്ഷിക്കണം, ഇതാണോ പ്രവാചകനെന്ന്. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാല്, അബൂതാലിബിനോട് പറഞ്ഞു, എൻ്റെ കച്ചവട സംഘം ഷാമിൽ പോകുന്നുണ്ട്, 40 ആളുകളാണ്, അല്ലമീൻ അതിന് വരികയാണെങ്കിൽ 2 ആളുടെ ശമ്പളം ഞാൻ കൊടുക്കാൻ, 2 ആളെ ശമ്പളം ഞാൻ കൊടുക്കാൻ. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മട്ടുപ്പാവിലിരുന്നിട്ട് ആളുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. റസൂലിനെ കണ്ടപ്പോൾ ഓടി വന്ന് എടുത്ത്, അങ്ങനെ കച്ചവടം കഴിഞ്ഞ് ഞാൻ ചുരുക്കാണ്, 4 ആളുടെ ശമ്പളം കൊടുത്ത് റസൂലിൻ്റെ കൂടെ കൂടി. ഉപരോധം വരുമ്പോൾ റസൂലിൻ്റെ ഭാര്യയാണ്, ഭക്ഷണം കഴിക്കാതെ നെഞ്ചും പുറം ഉള്ളിൽ പോയി. റസൂലില്ലാത്ത സമയത്ത് കിടക്കും, റസൂലിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റിരിക്കും, അഭിനയിക്കും ആരോഗ്യമുണ്ടെന്ന്, കാരണം റസൂൽ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളിരിക്കണ പോലെ ഒരു കല്ലിൻ്റെ മേലെ റസൂൽ ഇരിക്കുകയാണ്. ഖദീജുമ്മ അടുത്തേക്ക് വന്നപ്പോൾ റസൂൽ പറഞ്ഞു, ഖദീജ നീ തിരിച്ചു പോയിക്കോ, നീ പോയിക്കോ, നിന്റെ മണിയറ നിന്നെ കാത്തവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഉമ്മച്ചി 2 മുട്ടും കൈകളും റസൂലിൻ്റെ തൊടയിൽ ഇങ്ങനെ വെച്ചിട്ട് 2 കവിളിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ ഖദീജാനെ കുറിച്ച് ഇങ്ങനെയാണോ മനസ്സിലാക്കിയേക്കണേന്ന്. എൻ്റെ റസൂൽ പച്ചവെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ബാക്കി കുടിക്കാനാണ് ഖദീജ വന്നത്. എൻ്റെ റസൂൽ പച്ചില തിന്നുമ്പോൾ അതിൻ്റെ ബാക്കി തിന്നാൻ വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ റസൂൽ ഈ പാറപ്പുറത്ത് കിടക്കുമ്പോൾ ആ നെഞ്ചിൽ തലവെച്ച് കിടക്കാനാണ് ഖദീജ വന്നതെന്ന്.
ആ ഖദീജ ഉമ്മയുടെ അവസാന നിമിഷം റസൂല് കയറി വരുന്നുണ്ട്. റസൂലിനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ച് റസൂല് വന്ന് ആ തലയെടുത്ത് മടിയിൽ വെച്ച് അപ്പോൾ ആദ്യം ചോദിച്ച നബിയെ എന്തൊക്കെയാണ് അവസ്ഥകളെന്ന്. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഖദീജ. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിനെയും ഉമ്മു കുൽസും റളിയല്ലാഹുവിനെയുണ്ട്. ഉമ്മു കുൽസും ബി പറഞ്ഞു ഉമ്മച്ചി ശത്രുക്കൾ ഇപ്പോഴും ശക്തരാണെന്ന്. അപ്പോൾ പറഞ്ഞു എൻ്റെ ആരോഗ്യം ക്ഷയിച്ച നബിയെ എനിക്കിനി കാവലായി നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ഫാത്തിമ മോള് ചെറിയ കുട്ടിയാണ്, ഉമ്മാൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഉമ്മച്ചി വാപ്പച്ചിയെ കാത്തതുപോലെ ഞങ്ങൾ വാപ്പച്ചിയെ കാക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇസ്മാ വസായ യാ റസൂലല്ലാഹ്, എനിക്ക് കുറച്ച് വസിയത്ത് പറയാനുണ്ട്, ഒന്ന് കേൾക്കുമെന്ന്. അപ്പോൾ ചെവി അടുപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞു എന്നീ കാസിറ, ഞാനൊരു പാവം പെണ്ണാണ്, ഒരു ഹുവൈലിദിൻ്റെ വളരെ പാവപ്പെട്ട മോളാണ് ഞാൻ. റസൂല് അങ്ങേയറ്റം ഷറഫാക്കപ്പെട്ട നബിയാണ്. എന്നിൽ നിന്ന് കുറേ തെറ്റൊക്കെ വന്നിട്ടുണ്ട്, ഫഅഫുനി, എനിക്ക് പുറത്തു തരണം കേട്ടോ. അപ്പോൾ റസൂല് ഖദീജമ്മയുടെ വായു പൊത്തി, ഖദീജ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. എന്നെ ഖദീജ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞു നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ ഒരു തട്ടം റസൂൽ അണിയാറില്ലേ, ആ തട്ട് എനിക്ക് തരുമെന്ന്. അപ്പോൾ ചോദിച്ചാൽ എന്തിനാ ഖദീജ? തുഖഫിനെ എന്നെ കഫൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനിക്കത് തരുമെന്ന്. പോയിട്ട് അത് എടുത്തേണ്ടെന്നിട്ട് ഉമ്മച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതും പിടിച്ച് റസൂലിൻ്റെ മടിയിൽ തലവെച്ച് കുറേ കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട്, വേറെ കല്യാണമൊക്കെ കഴിക്കണമെന്ന്. റസൂലിൻ്റെ മുഖം നോക്കി ചിരിച്ചിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മുടെ ഉമ്മച്ചി ലോകത്തിനോട് വിട പറഞ്ഞ് റസൂലാണ് കുളിപ്പിച്ചത്. അങ്ങനെ റസൂല് ആ തട്ടെടുത്തിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് അപ്പോഴുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. കയ്യിലൊരു പൊതിയുണ്ട്, റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നബിയെ ഇത് സ്വർഗത്തിൽ നിന്ന് അള്ള തന്നു വിട്ടതാണ്, ഉമ്മച്ചിക്കുള്ള കഫം പുടവാന്ന്. അപ്പോൾ റസൂല് കരഞ്ഞിട്ട് ചോദിച്ചു, ഒരിക്കൽ എൻ്റെ ഖദീജക്ക് സലാം പറഞ്ഞു അല്ലാഹു, ഇപ്പോഴത്തെ സ്വർഗത്തിലെ പുടവ തന്നേക്കണം, എന്താണ് എൻ്റെ ഖദീജ ചെയ്ത പുണ്യെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയാതെ പോയി. അങ്ങനെ സ്വർഗത്തിലെ വിരിപ്പ് കൊണ്ടും ഉമ്മച്ചിയെ പൊതിയനുണ്ട്. അങ്ങനെ റസൂല് ഖബറിലേക്ക്, നിസ്കാരം അന്ന് വന്നിട്ടില്ല, അങ്ങനെ ഖബറിലേക്ക് ഇറങ്ങി ഭാര്യയെ ചേർത്ത് ഖബറിൽ വെച്ച് അവിടുത്തെ കെട്ടുകൾ അഴിച്ച് മണ്ണിനോട് ചേർത്തപ്പോൾ അവിടെ ഒരു അത്ഭുതം, ഉമ്മാന്റെ ജനാസ മേലേക്ക് വരികയാണ്. റസൂല് താത്തി വെച്ചു, വീണ്ടും മേലേക്ക് വന്നു, വീണ്ടും താത്തി വെച്ചു, വീണ്ടും മേലേക്ക് വന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു നബി പറ്റില്ല, മണ്ണുകളോടും പുഴുക്കളോടൊക്കെ അള്ളാഹു മാറി നിൽക്കാൻ പറഞ്ഞേക്കാണ്, അവര് തൊടൂലാന്ന്. അപ്പൊ റസൂൽ ചോദിച്ചു, ഒരിക്കൽ സലാം പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തന്നു വിട്ട് പുടവ, ഇപ്പോഴിതാ മണ്ണും തേളൊക്കെ മാറിക്കാണ്, എന്താ എൻ്റെ ഖദീജ ചെയ്തതെന്ന്. ഒരൊറ്റ മറുപടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം, ഖദീജ മദീനിന്റെ പ്രവർത്തകയായിരുന്നു റസൂലെന്ന്. ഇമാമികൾ ആ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ദാഇയാണോ, ദഅവത്ത് നടത്തുന്നുണ്ടോ, മരിച്ചു കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നൊരു പുടവായിട്ട് വരും. മാത്രല്ല നാളെ മഹ്ശറിൽ ദാഇയെ, ഈ സംഘടനയിൽ പ്രവർത്തിച്ച പ്രവർത്തകനെ വിളിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് യാ ഹബീബല്ലാഹ്, യാ സഫുവത്തല്ലാഹ്, യാ വലിയല്ലാഹ് എന്ന പേരാണെന്ന് അബ്ദുർ റസാഖ് തങ്ങൾ മുസ്നദിൽ പറയുന്നുണ്ട്. 1 മണിക്കൂർ നേരം നിങ്ങൾ ഒരു സംഘടനാ മീറ്റിങ്ങിനിരുന്നാൽ 70 വർഷത്തെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു ഇസ്ലാമിക മീറ്റിങ്ങിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിലെ ഭാര്യയെയും പെൺമക്കളെയും കാക്കാൻ അള്ളാഹു 40 മലക്കുകളെ പറഞ്ഞു വിടുമെന്നും അവരാ സമയത്ത് ദുആ ചെയ്താൽ ആ 40 മലക്കുകൾ ആമീൻ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ നമ്മൾ മാറിക്കാണ്, മാറേണ്ടവരല്ല നമ്മൾ. പോയാൽ നമ്മൾ ഇരുന്നാൽ 70 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. വീട്ടിലും മലക്കുകള്, നമ്മുടെ ഭാര്യക്ക് മലക്കുകളെന്ന് പോകുമ്പോൾ പറയണം ഞാൻ പോകാണ്, നീ ഇപ്പം ഇരുന്നിട്ട് ദിക്റൊക്കെ ചൊല്ലി ദുആ ചെയ്യട്ടെ. 40 മലക്കുകളുണ്ട്, പെൺമക്കളോടും ഭാര്യയോടും പറയണം. അവർക്കറിയില്ല പാവങ്ങൾക്ക്. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചെന്നിട്ട് അവരോട് പറയണം, ഇന്നത്തെ ചർച്ച ഇതാണ്, റൗദത്തുൽ ഖുർആൻ തുടങ്ങണോ, അസുഫ തുടങ്ങണോ, നമ്മുടെ മഹലിൽ ഒരു പാവുണ്ട്, രോഗിയാണ്, അതിന് കുറച്ച് കാശ് നാളെ കൊടുക്കണം. ഇത് കേൾക്കുമ്പോൾ അവർക്കും എൻ്റെ ഭർത്താവ് ഇതിനാണല്ലോ പോകണമെന്നുള്ള, നമ്മളൊന്നും പറയില്ല. എടിയാ വാതിലടച്ചോ, ഞാനിപ്പോൾ വരാമെന്ന് പറയും. പിന്നെ വരും, ചോറിട്ടിട്ടില്ലെങ്കിൽ 4 ചീത്തയും പറയും, വേടിച്ചു കിടക്കും. അപ്പോൾ അവർക്ക് ഈ സംഘടന ഇഷ്ടമല്ലാണ്ടാവും. അവർ വിചാരിക്കുക എന്താണെന്നറിയോ, ആ സംഘടനയിൽ പോയിട്ട് 2 ആളും ഈ തല്ല് പിടിച്ചിട്ട് വന്നിട്ട് ആ ഇതിനിപ്പോൾ ഇവിടെ തീർത്തേന്.
സംഘടനാ മീറ്റിങ്ങുകളിൽ തല്ലുണ്ടാവും. ഇവിടെ തല്ലൊന്നും ഉണ്ടാവില്ല. മീറ്റിങ്ങിൽ ഒച്ചപ്പാടും ബഹളവും ഇല്ലെങ്കിൽ നിങ്ങളെ സംഘടനാ പ്രവർത്തനം ഒന്നും ആയിട്ടില്ല. ഒച്ചപ്പാടും ബഹളം ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അധ്യക്ഷനായിരിക്കുകയാണ്, ഒരു ചർച്ച ഇങ്ങനെ നടക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുരുട്ട് ചോദ്യം ചോദിച്ച് സിദ്ദീഖ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പലകം എഴുതണ പലകെടുത്തിട്ട് ഒരൊറ്റടി അടിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ നടത്തിക്കോന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. അതിനേക്കാളും വലിയ സൂഫികളൊന്നും നമ്മളായിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകെ ഉമർ തങ്ങൾ ചെന്നു. അപ്പോൾ തിരിഞ്ഞത് കെട്ടിപ്പിടിച്ചിട്ട് ഉമറെ ഞാൻ വേറൊരു ചിന്തയിലായിരുന്നു, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഉമറങ്ങൾ പറഞ്ഞു നിങ്ങൾ പ്രസിഡന്റാണ്, ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിക്കണം പ്രസിഡന്റിനോട്, മുൾമുനയിൽ നിർത്തണം. കാരണം എന്താണെന്നറിയോ, ഒരു നാടിൻ്റെ ഇസ്ലാമിക ദഅവത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരാണ്. പടച്ചോൻ വെറുതെ വിടുന്നവരല്ല. ഈ യൂണിറ്റിന്റെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റിനെ സാധാരണ ഒരു മെമ്പറെ ഹിസാബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു നാളെ മഹ്ശറിൽ ഹിസാബ് ചെയ്യും. മനസ്സിലായോ? ഇനി ഇത് കേട്ടിട്ട് സാധനം കിട്ടിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റുമോ? അത് ഖുർആൻ പറഞ്ഞത് അവൻ അല്ലാഹ് ശപിച്ചെന്നാണ്. ചില ആൾക്കാർ ഭയങ്കര തവാദു വെച്ചിട്ട് ഇങ്ങനെ പറയും, കുറച്ചോനി ഞാനില്ല, അത് മറ്റാൾ കൊടുത്തു, തന്നാൽ ഏറ്റെടുത്തോളം, ഞാനില്ല എന്ന വചനം അവിടെ എന്ത് ചെയ്യരുത്, പറയരുത്. അതിന് കാരണം പറയും, ഞാൻ അത്രത്തോളം ആയിട്ടില്ല. നിസ്കരിക്കാൻ അല്ലാഹ് പറഞ്ഞാണ് നിസ്കരിക്കണം, നോമ്പിടിക്കാൻ അല്ലാഹു പറഞ്ഞാണ് നോമ്പിടിക്കണം. ഇനി ഒരു വക്കത്ത് നിസ്കരിച്ചില്ല എന്ന് വെച്ചിട്ട് റമദാൻ മാസത്തിലെ നോമ്പ് മാറ്റിയേക്കാൻ പറ്റുമോ? അതുപോലെ അല്ലാഹ് പറഞ്ഞതാണ് ദഅവത്ത് നടത്തണമെന്ന്. ഒരു നിസ്കരിച്ചില്ല നോമ്പിടിച്ചില്ല എന്ന് വെച്ചിട്ട് ദഅവത്ത് മാറ്റാൻ പറ്റും? അതും പറ്റൂല. ഒക്കെ ചെയ്യണം, മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ കൂട്ടത്തിലൊരു സഹാബിണ്ട്, കള്ളുടിയൻ, കള്ളുടിച്ചു, പിടിച്ചു, ശിക്ഷിച്ചു. വീട്ടിൽ സഅദ് ബിൻ അബി വഖാസ് തങ്ങളുടെ വീട്ടിൽ കെട്ടിട്ട്, പേര് ഞാൻ മറന്നുപോയി, യുദ്ധം നടക്കാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറഞ്ഞു എനിക്കും സമരത്തിൽ പോകണം. എന്നാൽ ഇയാൾ ഈ സഹാബി ചിന്തിക്കണ്ടേ, ഞാൻ കള്ളുടിച്ചവനാണ്, എനിക്കിനി ദഅവത്തിന് പോകാൻ പറ്റില്ല എന്ന്. സമരം ദഅവത്തല്ലേ. ഭാര്യ അഴിച്ചുവിട്ടു, രണാങ്കണത്തിൽ പോയി. എല്ലാം കഴിഞ്ഞിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വരുന്നതിലും മുന്നേ ഈ സഹാബി വീട്ടിലെത്തി. അപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് ദഅവത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, മാർക്കാൻ പറ്റൂല. കാരണം അങ്ങനെ നന്നാകണം നമ്മൾ. യൂണിറ്റിയിൽ നിന്ന് നന്നായിട്ട് സർക്കിളിലും സെക്ടറിലും പോകണം. അവിടെ നിന്ന് നന്നായിട്ട് സോണിലും ഡിവിഷനിലും പോകണം. അവിടെ നിന്ന് പിന്നെ നമ്മൾ സൂഫിയാണ്. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദിക്റും ചൊല്ലി തസ്ബീഹുമാലും പിടിച്ച് തോളിൽ പട്ടിട്ടടക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ വലിയാണ് ഈ ഉസ്താദ്. സംശയമുണ്ടോ? ഉസ്താദ് പട്ടിട്ട് തസ്ബീഹുമാലും പിടിച്ചിട്ട് നടക്കല്ലോ? ആണോ? ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് അല്ലല്ലോ. ഉസ്താദ് എന്താണ്? ദായിയാണ്, ദഅവത്ത് നടത്താണ്. സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പോലും പറഞ്ഞില്ലേ അവിടുത്തെ ത്വരീഖേതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, നല്ല പ്രവർത്തകരാണ് നമ്മൾ. യൂണിറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല സ്വഭാവക്കാരില്ലേ, ചർച്ചകൾ ചെയ്യുമ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാകും. അത് അതിൻ്റെ ഉള്ളിൽ നടക്കണം. അത് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കണം. മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മളൊരു കൈ ഇങ്ങനെ കൊടുക്കുമ്പോഴെല്ലാം തീർന്നവിടെ. അള്ളാഹ് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പുറത്തു തരും. അങ്ങനെയല്ലേ? ഒരു മുഅ്മിനും കൈയിങ്ങ് ചേർത്താൽ പാപം പുറത്തിരുന്നില്ല, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞാൽ സലാത്തും ചൊല്ലി ഓടല്ല വേണ്ടത്, പരസ്പരം അങ്ങും കൈയൊക്കെ കൊടുത്ത് ഒരു കെട്ടിപ്പിടുത്തൊക്കെ പിടിച്ച് പുഞ്ചിരിച്ച് അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ നമ്മൾ നല്ല പ്രവർത്തകരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. സാന്ത്വനം അതിനൊക്കെ അല്ലാഹു നൽകുന്ന കുറേ പ്രതിഫലമുണ്ട്. മഹാനായ ഇബ്നു ബുഖൈൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സഹാബാക്കളിൽ രണ്ട് കാലും ഒരു കയ്യുമില്ലാത്ത വികലാംഗനായ സഹാബിയാണ്. ഒരു ദിവസം പല സമയത്തും പള്ളി പോകാറില്ല. അങ്ങനെ ഒരു ദിവസം സഹാബാക്കൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചു, സഹാബ നിങ്ങൾ എങ്ങോട്ടാണ് ഓടണേന്ന്? അപ്പൊ പറഞ്ഞു, നീ അറിഞ്ഞില്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞു, പാപങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മരിക്കുന്ന നേരത്ത് സ്വർഗം കാണാമെന്ന്.
മഹാനായ ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എനിക്കും സ്വർഗം കാണണ്ടേ? വീടൊക്കെ തിരകി, ഒന്നുമില്ല. തൊട്ടപ്പുറത്തെ ജൂതനായ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരണം. എന്ത് ജോലി നീ ചെയ്യും? നീ വികലാംഗനല്ലേ? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഈത്തപ്പന മരങ്ങൾ നനക്കാം, ഒരെണ്ണം നനച്ചാൽ 2 സ്വർണ്ണ നാണയം തരാന്ന് പറഞ്ഞു. നേരെ കിണറിൻ്റെ വക്കത്തേക്ക് നീങ്ങി ബക്കറ്റ് ഇറക്കി വെള്ളങ്ങൾ പൊക്കി മേലേക്ക് എത്തുമ്പോൾ കയറ് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ഈ ഉള്ളൊരു കൈ കൊണ്ട് വേറെ ബക്കറ്റിലേക്ക് വെള്ളം പാർന്നിട്ട് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വേണ്ടി നനക്കാണ്. കുറെ കഴിഞ്ഞിട്ട് ഈ സഹോദരൻ ഇറങ്ങി വരുമ്പോൾ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നമ്മുടെ കാക്കാനെ, അള്ളാന്റെ റസൂലിന്റെ സഹാബിയെ, നാളെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകേണ്ട നമ്മളെ ജ്യേഷ്ഠനെ കാണില്ല. നോക്കുമ്പോൾ രക്തം ഇങ്ങനെ കിടക്കാണ്. നോക്കി പോകുമ്പോൾ ഒരു മരത്തിന്റെ കീഴെ രക്തത്തിൽ കുളിച്ച കിടക്കാണ്. വെള്ളമൊക്കെ കൊണ്ടെന്ന് ബോധമൊക്കെ വന്ന് ചോദിച്ചു, നീ എന്തിനത് ചെയ്തേന്ന്? അപ്പൊ പറഞ്ഞു, എൻ്റെ റസൂല് പറഞ്ഞ് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാം പാവങ്ങളെ സഹായിച്ചാലെന്ന്, ഞാനും സഹായിക്കണ്ടേന്ന്. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ 2 മരം നനച്ചിട്ടുണ്ട്, എനിക്ക് 4 സ്വർണ്ണാണയം തരണമെന്ന്. അത് കൊടുത്ത് തൻ്റെ മടിയിൽ കുത്തി നേരെ മദീനത്തെ പള്ളിക്ക് നീന്താണ്. വായിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ട്, വല്ലാത്ത വേദന ഉണ്ട്. പക്ഷെ ചിരിക്കുകയാണ്. ഇത് റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മരിക്കുമ്പോൾ സ്വർഗം കാണാന്നുള്ളത് അതിന് പേടിക്കണം. അങ്ങനെ ദൂരെ നിന്ന് കണ്ട് റസൂൽ പറഞ്ഞു, സഹാബ, നമ്മുടെ ഇബ്നു ബുക്കൈൽ വരുന്നുണ്ട്, ആരും ആക്രമിച്ചിട്ടുണ്ട്, രക്തമൊക്കെ ഒരിക്കലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആക്രമിച്ചവൻ്റെ തല ഞാൻ വെട്ടും റസൂലേന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന റസൂലും സഹാബാക്കളും ദൂരെ നിന്ന് സലാം ചൊല്ലി സലാം മടക്കി അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോനെ, നിന്നെ ആരാണ് ആക്രമിച്ചത്, ഈ ക്രൗര്യം കാണിച്ചത്? അപ്പം നബിയെ, ആരും എന്നെ ആക്രമിച്ചിട്ടില്ല. അവ ചോദിച്ചു, എങ്ങനെ ഈ രക്തം വരണേന്ന്? അപ്പം ഞാനിങ്ങനെ ജോലിക്ക് പോയപ്പോൾ കയറിങ്ങനെ കടിച്ചു പിടിക്കും, അപ്പം കയറ് വിട്ടുപോകും. ആ കയറ് നാവിൽ കൊണ്ടിട്ട് നാവ് പൊട്ടിയിട്ടാണ് രക്തം വരണേന്ന്. പിന്നെ പറഞ്ഞ്, എനിക്ക് കാലും കൈയില്ലല്ലോ നബിയെ. അപ്പം ഞാൻ നീന്തുമ്പോൾ കല്ലിൻ്റെയും മരത്തിൻ്റെയും കുറ്റികൾ കാലിൽ കയറും. അപ്പോൾ അത് പറിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ മലർന്ന് കിടന്ന് ചാടും. അപ്പം എൻ്റെ നടുപ്പുറത്തും കയറും. അങ്ങനെയാണ് ഈ രക്തം വരുന്നത്. എന്നിട്ട് മടിക്കുത്തിന്ന് 4 സ്വർണ്ണ നാണയം എടുത്ത് റസൂലിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പാവങ്ങളെ സഹായിക്കാനാണ്, മരിക്കണ നേരത്ത് എനിക്കും സ്വർഗം കണ്ടൂടെയെന്ന്. അള്ളാൻ്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ള ഏത് സ്വർഗത്തിലാണുള്ളത് അവിടെ എൻ്റെ ഇബ്നു ബുക്കൈലുണ്ടെന്ന്. നമുക്കും കിട്ടുമത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ കരച്ചിലുണ്ട്. ജുബൈർ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്. വീട്ടിൽ ചെന്ന് വിളിച്ചപ്പോഴൊരു ഉമ്മ ഇറങ്ങി വന്നു, എന്തിനാ മക്കൾ കരയണത്? അപ്പോൾ പറഞ്ഞു, വാപ്പില്ല, ഭക്ഷണമൊന്നുമില്ല, വിശന്നിട്ട് കരഞ്ഞതാണ്. അപ്പം ഞാൻ അടപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കി എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ട് കരഞ്ഞ് കിടന്നാണെന്ന്. ജുബൈർ അങ്ങൾ അവിടെ നിർത്തിയിട്ട് നേരോടി പാതിരാക്കി വീട്ടിൽ വരികയാണ്. ചപ്പാത്തി കല്ലെടുക്കുമ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എവിടെ പോകാന്ന്? അപ്പോൾ പറഞ്ഞു, സ്വർഗം മേടിക്കാൻ പോകാന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനും വരട്ടെ കൂടെയെന്ന്. വരാൻ പറഞ്ഞു. അങ്ങനെ ഈ മാവും വെണ്ണയും എടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് ചപ്പാത്തിക്കല്ല് ഒരു കൈ കൊണ്ട് പിടിച്ച് പ്രിയതമയെ മറുകരം കൊണ്ട് ചേർത്ത് പിടിച്ച് മദീന തെരുവിലൂടെ നടക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നേരെ വന്ന് ആ വീട്ടിൽ വന്ന് തീ കൂട്ടി കല്ല് വെച്ച് ഉമർ തങ്ങൾ ചപ്പാത്തി പരത്തി കൊടുത്ത് ഭാര്യ ചുട്ട് അവരുടെ വയറൊക്കെ നിറയുമ്പോൾ വീണ്ടും തിരിച്ചു പോരാൻ പോകുമ്പോൾ ഉമ്മയോട് പറയാണ്, ഉമ്മ, ഈ ചെയ്തു തന്നത് ആരോടും പറയരുത് കേട്ടോ. പിന്നെ ഞാൻ കുറെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പൊറുത്തിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന്. ഇതും പറഞ്ഞ് ഭാര്യയുടെ കൈ പിടിച്ചങ്ങ് പോകുമ്പോൾ ജുബൈർ റളിയല്ലാഹു അൻഹു നിന്ന് കരയുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, മോനെ, നമ്മുടെ ഖലീഫ കിടന്നുറങ്ങുമ്പോൾ ഈ പാതിരാക്ക് സഹായിക്കാമെന്ന ആ ചെറുപ്പക്കാരനും ഭാര്യ ആരാണ്? അപ്പൊ ജുബൈർ റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, ഉമ്മ, അതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കാരുണ്യം നമ്മളും ചെയ്യണ്ടേ? അതിനാണ് നമുക്ക് സംഘടന. അപ്പൊ എല്ലാവരും നല്ല പ്രവർത്തകരാകില്ലേ? ആകൂലേ? ഉറപ്പല്ലേ? നല്ല ഉഷാറാകാം. പ്രത്യേകിച്ച് SSFന്റെ മക്കൾ, നിങ്ങളുടെ പ്രായത്തിലുള്ളവരുടെ വാക്കെടുത്തിട്ടാണ് റസൂല് ബദറിൽ പോയത്. കാരണന്മാർ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, പോകണ്ട,
നമുക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന്. ഈ ചെറുപ്രായമുള്ള മക്കൾ പറഞ്ഞു, മദീനത്തേക്ക് അകത്തേക്ക് വരുത്തരുത്, ദൂരെ പോയിട്ട് അവരെന്ത് ചെയ്യണം, തടുക്കണം. റസൂൽ എടുത്തതും മാത്രല്ല, ഒരു ഹദീസ് ഉണ്ട്, എനിക്ക് കാരണവന്മാരെക്കാൾ എൻ്റെ ദീനിനെ സഹായിച്ചത് ചെറിയ മക്കളാണെന്ന്, എനിക്ക് അവരിഷ്ടമാണ്. അതാണ് SSFനെ ഉസ്താദിന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? വടകര മുഹമ്മദാജി തങ്ങൾ പറഞ്ഞത് SSFകാർ സ്വർഗത്തിലാണെന്ന്, അങ്ങനല്ലേ പറഞ്ഞത് അല്ലേ? അർശിന്റെ തണലിലാണ്. SSFകാർ അത്ര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ നല്ല പ്രവർത്തകരാകണം, കാരണന്മാർക്കൊക്കെ ഊർജം കൊടുക്കണം. നിങ്ങൾ പ്രവർത്തിക്കുന്ന കണ്ടിട്ട് വേണം കാരണന്മാരൊക്കെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഉഷാറാകാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചവനായ റഹ്മാനായ തമ്പുരാനെ നമ്മളോട് ഒരുമിച്ച് കൂടി നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ്